അല്ലെങ്കിൽ അയാൾ വൃന്ദയെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. ആരതി, ഇത്ര പെട്ടെന്ന് ആരതിയുടെ കോൾ വരുന്ന എന്താ? വിളിക്കേണ്ടവര് വിളിച്ചപ്പോ കോൾ വന്നല്ലോ. ഹലോ. ഹലോ സർ, ഗുഡ് ഈവനിങ്. ഞാൻ ആരതിയാണ്, ആരതി മുഴക്കുന്ന്. സാറിനെ മനസ്സിലായോ? ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളെ എനിക്ക് മനസ്സിലാവാതിരിക്കില്ലല്ലോ. ആരതിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ. ഇതൊരു ശീലമാണോ അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? വേറൊന്നും കൊണ്ടല്ല സർ, ജോലി തിരക്കുണ്ട്. എനിക്ക് ആരതി ഒന്ന് നേരിട്ട് കാണണമല്ലോ. നാളെ ഇങ്ങോട്ട് വരണം. വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്കൊന്ന് അയച്ചേക്ക്. സർ, ഈ നമ്പറിൽ ഞാൻ വാട്സപ്പ് ഒന്നും ഉപയോഗിക്കാറില്ല. സർ ഇങ്ങോട്ട് വരണ്ട. എന്നെ അന്വേഷിച്ച് ഇവിടെ പോലീസ് വന്ന എന്റെ ജോലി പോവും സർ. ഞാൻ അങ്ങോട്ടൊന്നും സാറിനെ കണ്ടാ മതിയല്ലോ അല്ലേ? ഓക്കെ, അപ്പോ നാളെ എപ്പോ വരും? സർ, നാളെ എനിക്ക് ചെറിയൊരു അസൗകര്യം ഉണ്ടായിരുന്നു. ഞാൻ പുതിയൊരു ജോലിക്ക് വേണ്ടിയുള്ള യാത്രയില. ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങിയെത്തും. അപ്പൊ ഞാൻ സാറിനെ വന്ന് കണ്ടോളാം. ഒരാഴ്ചയോ? സർ പ്ലീസ്, എനിക്ക് ഒരാഴ്ചത്തെ സമയം തരണം. സർ, എന്റെ ഫ്രണ്ട്സ് എന്നെ വിളിച്ചിരുന്നു. എന്നെ കിട്ടാത്തതുകൊണ്ട് സാർ അവരെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർ, ദയവീത് അവരെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാർ എന്നെ നേരിട്ട് വിളിച്ചാൽ മതി. ഓക്കെ, ഒരാഴ്ച സമയം തരാം. അതിനുള്ളിൽ ആരതി എന്നെ വന്ന് കാണണം. ഓക്കെ സർ, താങ്ക് യു. അതെ, നാളത്തെ തലവേദന ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടേ. എന്നാലും ഒരാഴ്ചക്കുള്ളിൽ ആരെ പ്രസന്റ് ചെയ്യേണ്ടി വരില്ലേ? അത് ഇവനാ ചെയ്യേണ്ട. എടാ ആരവേ, സംഗതി നടക്കുവോ? ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ശ്രമിച്ചാ പോരാ, കാര്യങ്ങൾ നടക്കണം. ആരതിയെ പ്രസന്റ് ചെയ്യുന്ന കാര്യത്തിലെ ഇനി മാറ്റം വന്നാ ACPയുടെ സ്വഭാവം മാറും. ഇപ്പൊ തന്നെ അനു പറഞ്ഞതെല്ലാം ACP വിശ്വസിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അയാളെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സാക്ഷാൽ ആരതി മുൻപേ എത്തുമ്പോ ACPയുടെ സംശയങ്ങളൊക്കെ മാറിക്കോളും. ആരവ്, ഒരാഴ്ച മാത്രമാണ് നമുക്ക് മുൻപിലുള്ള സമയം. നീ ചതിക്കല്ലേ? എന്നെ ചതിക്കാതെ നിങ്ങളെ ഞാൻ ചതിക്കൂ? ആരതിയുടെ കാര്യം അവളോട് സംസാരിച്ച് ഞാൻ സെറ്റാക്കി തരാം. നീ അവളെ കാണാൻ ഇനി പോവേണ്ടി വരില്ലേ? പോവേണ്ടി വരും. ഞങ്ങളും കൂടെ വരാം. ഞങ്ങൾക്കും ആരതി പരിചയപ്പെടാലോ. അവൊന്നും പറഞ്ഞില്ലല്ലോ. അവന് ആരതിയെ കൊണ്ടുവരുന്ന ടെൻഷൻ തുടങ്ങി. അതാ മിണ്ടാതെ പോയത്. ആരും ഇല്ലടി, എല്ലാരും റൂം അടച്ച് ഉറക്കായി. രുദ്രൻ പുറത്ത് വിഷമിച്ചിരിക്ക. അകത്ത് കയറ്റണ്ടേ? നമുക്ക് അങ്ങോട്ട് പോവാം. വാ വാ. അവര് പറഞ്ഞ സ്ഥലം ഇത് തന്നെയാണോ? അവര് പറഞ്ഞ സ്ഥലം വെച്ച് നോക്കുമ്പോ ഇത് തന്നെയാണ്. വാടാ.
ഇവരിത് ഇവിടെ പോയി കിടക്കാം. അടി അവര് വന്നിട്ട് എവിടെ കാണുന്നില്ലല്ലോ. ഇവിടെ വരാൻ തന്നെയല്ലേ നീ പറഞ്ഞത്? നീ കറക്റ്റായിട്ട് തന്നെയല്ലേ പറഞ്ഞു കൊടുത്തേ? ആ ഞാൻ ഇവിടെ ഉണ്ട്. വാടാ. വാ വാ. നിങ്ങള് വനിതാ ഹോസ്റ്റലിനകത്ത് ആദ്യമായിട്ടാണോ കേറുന്നേ? ഞാൻ ആദ്യമായിട്ടാ. അണ്ണൻ എത്രാമത്തെ തവണയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ മതില് ചാടി വരുന്നത് അമ്പിളി കണ്ടില്ലല്ലോ അല്ലേ? ഞങ്ങളെ കാണണമെങ്കിൽ സെക്യൂരിറ്റി ആദ്യം കണ്ണുറക്കണ്ടേ? ആ സ്ത്രീ കൂർക്കം വിളിച്ചിരുന്നുറക്കുക. ഇവിടെ എല്ലാരും ഉറക്കമായോ? അതുകൊണ്ടല്ലേ നിങ്ങളോട് ധൈര്യമായിട്ട് വരാൻ പറഞ്ഞത്. ഇവിടെ നിൽക്കണ്ട, നിങ്ങൾക്ക് ഒളിച്ചിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. ആണോ? ആ പോ. പോ. വാടാ. അതെ, എന്താ? ഈ 5 സ്ത്രീകൾ വന്നോ? അവരെല്ലാം വന്നിട്ടുണ്ട്, വേഗം വാ. ഇതേതാ സ്ഥലം? നിങ്ങളെ ഹോസ്റ്റൽ തന്നെയാണോ? ഒരു പിടിയും കിട്ടുന്നില്ല. ഇരുട്ടത്ത് എന്തോന്ന് മനസ്സിലാകാനാ? അല്ല, നിങ്ങളുടെ റൂമിലേക്കാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ആ മുറി നിങ്ങൾക്ക് തന്നാ ഞങ്ങൾ ഇവിടെ പോയി താമസിക്കും. ഓ, ഒരു മുറിയിലൊക്കെ എന്തിരിക്കുന്നു നിങ്ങളെ? അതെ, റൂം ഫുള്ള് സെറ്റപ്പ് ആണല്ലോ അല്ലേ? അണ്ണൻ മന്ത്രിയുടെ മകനാ. സ്റ്റാർ ഹോട്ടലിൽ താമസിച്ച ശീലം. അണ്ണാ, ഒരു കാര്യം കാണാൻ ചിലപ്പോ കഴുതക്കുട്ടിലും കിടക്കേണ്ടി വരും. ആരെങ്കിലും കാണും മുമ്പ് നിങ്ങളൊന്നിങ്ങോട്ട് വാ. വാടാ, വേഗം നടന്നോ. കേറി വാ, കേറി വാ. വാ 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 വാ. അണ്ണാ, പിടിക്കണോ? പതുക്കെ. അത് കാല് കുത്തിയപ്പോ തന്നെ കാലക്കേടാണല്ലോ. ആരേലും കാണും മുമ്പ് ഒന്ന് പെട്ടെന്ന് വാ. നടക്ക്.